നമസ്കാരം. അമേഠിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോബർട്ട് വാദ്രയ്ക്കായി വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് റോബർട്ട് വാദ്രയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്ര അമേഠിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളതാണ് ഈ പോസ്റ്ററുകളെല്ലാം തന്നെ. നേരത്തെ മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് റോബർട്ട് വാദ്ര രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജനം തന്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നുണ്ട് എന്ന വാദമാണ് റോബർട്ട് വാദ്ര മുന്നോട്ട് വെച്ചത്. അതേസമയം രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്ഥാനാർത്ഥിയാകണം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സ്മൃതി ഇറാനിയും രംഗത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും റോബർട്ട് വാദ്രയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് നടന്നു കയറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടമായ മെയ് 20-ാം തീയതിയാണ് അമേഠിയിൽ നിർണായകമായ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അമേഠിയിൽ മത്സര രംഗത്തുണ്ടായിരുന്നത്. എന്തായാലും സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അമേഠിയിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ അമേഠിയിൽ മത്സരിക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനിടയിൽ ഈ റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്ന സമയത്ത് എല്ലാവരും തന്നെ പറഞ്ഞത് ഹൈക്കമാൻഡ് റോബർട്ട് വാദ്രയ്ക്ക് ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായും ആത്മഹത്യാപരം തന്നെയായിരിക്കും. എന്തായാലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുന്തോറും ഈ റോബർട്ട് വാദ്രയ്ക്ക് വേണ്ടിയുള്ള മുറവിളി കൂടി കൂടുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വാദ്രയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലാവുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.